പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി അഞ്ചൽ ഓലിയരികെ വെള്ളച്ചാട്ടം ശുചീകരിച്ചു. സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡിവൈഎഫ്ഐയുടെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. ഡിവൈഎഫ്ഐയുടെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾ ആരംഭിച്ചത്. ഇതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഓലിയരിക് ടൂറിസത്തിൽ നടത്തി. ഓലിയരിക് വെള്ളച്ചാട്ടം ശുചീകരിച്ചും സൗന്ദര്യവൽക്കരണം നടത്തിയുമായിരുന്നു ഉദ്ഘാടനം. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് എസ് ഷബീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ ഓലിയരിക് ടൂറിസം സൗന്ദര്യവൽക്കരണം ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അഞ്ചൽ ബ്ലോക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഓലിയരിക് വെള്ളച്ചാട്ടം ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള കുപ്പികൾ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അമ്യൂണിറ്റി സെൻ്ററിൻ്റെ അടക്കമുള്ള ഈ പാതയോരങ്ങളിൽ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ടൂറിസം കേന്ദ്രത്തെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലോക പരിസരത്തോടെ വെച്ച് വൃക്ഷത്തൈകൾ നടന്ന ഒരു ക്യാമ്പയിൻ എല്ലാ കാലങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്നു. എന്നാൽ ഈ വർഷം ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് അടക്കമുള്ള കുപ്പികൾ നമ്മുടെ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും എല്ലാം വലിച്ചെറിയുകയും അത് വലിയ മലിനീകരണ ഭീഷണി നേരിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കുവാനുള്ള ഒരു സന്ദേശം ലോക പരിസ്ഥിതി ദിനത്തിൽ ഡിവൈഎഫ്ഐ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് എസ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഗോകുൽ, ശിഖാപത്മൻ, നസ്ലീം, അനന്തു, നജുമൽ, എസ്എഫ്ഐ ഭാരവാഹികളായ ബുഹാരി, അതുൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.